അതിർവരമ്പുകൾ ആര് വരക്കുന്നു? ഇപ്പോൾ ഈ സൂംബയും സാംബയും പ്രശ്നമല്ലാത്തവർക്ക് കഞ്ചാവും അവരുടെ ഐഡിയോളജി പ്രകാരം പ്രശ്നമാവില്ല. പക്ഷേ ഇപ്പോൾ കഞ്ചാവൊക്കെ പ്രശ്നമാവാൻ കാരണം എന്താ? ഇവിടെ ഒരു സാംസ്കാരികമായ ഒരു പരിസരമുണ്ട്, അതൊക്കെ തച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നതും സൂംബ കൊണ്ടുവരുന്നതും നൈറ്റ് ലൈഫ് കൊണ്ടുവരുന്നതും DJ പാർട്ടികൾ വ്യാപകമാക്കുന്നതും ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതും ഈ മൊത്തം പ്രോസസ്സ് അത് തകർക്കുന്നതിന്റെ ഭാഗമാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ലഹരി പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നമായിരിക്കും കേട്ടോ. 10 കൊല്ലം അത്ര ഉണ്ടല്ലേ? എന്താണ് തീരെ ആധുനിക മനുഷ്യനല്ലാന്നാണ് തോന്നുന്നത്. രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഇതെല്ലാം വിദ്യാർത്ഥി തലമുറയിലേക്ക് ആദ്യം ഇഞ്ചക്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഇവർക്ക് ലക്ഷ്യം ഈ തലമുറയല്ല. ഇവിടെ ഈ സ്ട്രോങ് ആയി റെസിസ്റ്റ് ചെയ്യുന്ന ചില ആളുകൾ ചോദിച്ചില്ല, കുട്ടികൾക്ക് വല്ല എതിർപ്പുണ്ടെന്ന് ചോദിച്ചില്ലേ? ഇത് റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു മുതിർന്ന തലമുറ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ആ തലമുറയെ കൃത്യമായിട്ട് പ്രാകൃതരാക്കി പഴഞ്ചനാക്കി അമ്മാവൻ സിൻഡ്രോം അടിപ്പിച്ച് ഇവർ നടപ്പിലാക്കുന്നത് മൊത്തം അടുത്തൊരു തലമുറയെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഇതൊക്കെ ഇവിടെ പൊടുന്നനെ ഉണ്ടാകുന്നതല്ല. ഇതിനൊരു സാമൂഹ്യ പരിസരം ഒരുക്കുന്ന, ആശയ പരിസരം ഒരുക്കുന്ന ചില ഇസങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ വക്താക്കളുണ്ട്. അവർ രൂപപ്പെടുത്തി കൊടുക്കുന്ന ചില നരേറ്റീവുകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ ഭരണകൂടമാണെങ്കിലും വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിലും കുടുംബമാണെങ്കിലും സംഘടനകളാണെങ്കിലും പലരും അത്തരമൊരു ലിബറൽ യുക്തിവാദി ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. പിന്നീട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇതിനെ പ്രാകൃതമായി വിലയിരുത്തുന്നു. ഇതൊക്കെ വേറെ ഏതോ നൂറ്റാണ്ടിലെ കാര്യമായി തോന്നുന്നു. ഇതൊക്കെ ഒരു 10-20 വർഷം മുമ്പ് നമ്മളെല്ലാവരും ഒരുപോലെ ധാർമ്മികതയായി അംഗീകരിച്ചിരുന്ന കാര്യങ്ങൾ വരെ ഇപ്പോൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതായിരിക്കുന്നു ഇപ്പോൾ നോർമൽ. നമ്മളൊക്കെ അബ്നോർമലായി മാറിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഇവിടെ അതിനെ കൂടി ഒന്ന് പൊളിച്ച് കാട്ടണം തോന്നുന്നുണ്ട്. തീർച്ചയായും ഇവിടെ സാമൂഹികമായൊരു പരിസരം ഒരുക്കുന്നത് ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആളുകളിലൂടെ തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരിക്കണം. സ്വാഭാവികമായിട്ടും അതല്ലാത്ത ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സാംസ്കാരികമായ മൂല്യച്യുതിയിലേക്ക് നയിക്കുന്ന ആളുകൾ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ അഭിപ്രായങ്ങൾ എത്രത്തോളം അപകടകരമായിട്ടാണ് പുതിയ കാലത്ത് വരുന്നതെന്ന് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കണം. കാരണം ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. കേരള സർക്കാരിൻ്റെ സംസ്ഥാന കരിക്കുലം കമ്മിറ്റിയിൽ അംഗമായി ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കാൻ വളരെ വ്യക്തമായ ആളുകളുണ്ട്. അതല്ലാതെ സർക്കാർ വളരെ പൊടുന്നത് കൊണ്ടുവരുന്നൊരു സംഭവമല്ല. ഇത് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഈ ഇസങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ലിബറലിസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ലിബറലിസം? ഇതാണ് ലിബറലിസം. സാംസ്കാരികമായ ഒരു മൂല്യച്യുതിയിലേക്ക് അത് എങ്ങനെ എത്തിക്കുന്നു? ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു സെക്ഷുവലായ വിഷയം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയം, അത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അത് അവിടെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇവിടെ കൊണ്ടുവരുന്നത് പുരോഗമനമല്ലേ? ഇതൊരു യൂറോപ്പ് നോക്കിയ വിഷയമാണ്. എങ്ങനെ എന്ത് കണ്ടാലും യൂറോപ്പാണ് പുരോഗമിച്ചത് എന്നുള്ള ആ ഒരു ഈ ഒരു അടിമത്തമുണ്ടല്ലോ. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഒരു ആശയ അടിമത്തം പേറുന്ന ആളുകൾ. അതേ കാര്യം ഇവിടെയും വന്നു. കൊളംബിയയിലടക്കമുള്ള ഈ സൂംബയുടെ തുടക്കമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പരിസരം ഒരുക്കാൻ ഇവിടെ ചില ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ആ ആളുകൾ ആരാണ്? ഇവിടെ എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ നാസ്തികർ എന്ന പേരിൽ യുക്തിവാദികൾ എന്ന പേരിൽ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞൊരു വാദം കൂടി നമ്മൾ എടുക്കേണ്ട വിഷയമുണ്ട്. ഇവിടെ ചില വ്യക്തികൾ പറഞ്ഞത് MDMA ഇവിടെ കണിശമായി നടപ്പിലാക്കണം, കഞ്ചാവ് എന്തായാലും ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരെയൊക്കെ സർക്കാർ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അതിൻ്റെ നേരെ ചൊവ്വയുള്ള ഉപയോഗമാണ് പഠിപ്പിക്കേണ്ടത്. അതെ, ധാരാളമായി നടപ്പിലാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ആളുകളെ എങ്ങനെയാണ് നമ്മളിപ്പോൾ മദ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയം വേറെയാണ് കേട്ടോ. സർക്കാർ സ്ട്രെസ് റിലീഫിന് വേണ്ടി വിദ്യാലയത്തിൽ ഇത് കൊണ്ടുവരുന്നു. എന്നാൽ ടെക്നോ പാർക്കിലും IT പാർക്കിലും സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടും ബെവ്കോൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങും. കേരള പാനി എന്നുള്ള പേരിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പുകവലിയൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറയും. മറ്റേ ഇളം കള്ളൊക്കെ കൊടുക്കുക എന്ന് പറയും. അതൊക്കെ അവിടെ വേറെ ഉണ്ട്, ദേശീയ പാനീയ. പക്ഷേ ഇപ്പുറത്ത് യഥാർത്ഥത്തിൽ MDMA അടക്കമുള്ള സിന്തറ്റിക് ലഹരികളടക്കം ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അവരെ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇവിടെ നമ്മളൊക്കെയുള്ള പ്രശ്നം ഇത് സൂംബക്കെതിരെ ലഹരിക്കെതിരെ പ്രവർത്തനം നടത്തുമ്പോഴേക്കും എതിർക്കുന്ന ആളുകൾ മതപ്രശ്നമാണല്ലോ ഉള്ളത്. എന്നാൽ ഇത്തരം സിന്തറ്റിക് ലഹരികൾ ന്യായീകരിക്കുന്ന ആളുകൾ അവരെ സർക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു? അതിലെന്തെങ്കിലും നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായി. ഒളിഞ്ഞല്ല, വളരെ ചാനലുകളൊക്കെ കയറിയിരുന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ആ നിലക്കുള്ള പ്രോഗ്രാമിലൊക്കെ വളരെ തെളിഞ്ഞു പറയുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഈ ഐഡിയോളജിക്കലായി തലം പല ആളുകളും വിസ്മരിക്കുന്ന ഒരു കാര്യം അതാണ്. ഐഡിയോളജിക്കലി ഇത് ഞാൻ പറയുന്നത് പിന്നെ ചെറിയൊരു വിഷയമല്ല. ഇത് ഏതാനും ആളുകളോ അല്ലെങ്കിൽ നാസ്തികർ എന്നൊക്കെ ബോർഡ് കെട്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരല്ല. നമ്മളടക്കം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളടക്കം അവരടക്കം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളെ സദാചാരം, നിങ്ങളെ കുറച്ച് ധാർമ്മികത, നിങ്ങളെ കുറച്ച് മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ സാമ്പ വിഷയമൊക്കെ വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സഫ്വാൻ ബറാമി പിന്നെ മാതൃഭൂമി ചാനലിലും അതുപോലെ തന്നെ കൈരളി ചാനലിലും അതുപോലെ തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഈ സാമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിഹാസം ഉണ്ട്. അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ഇത് സാമ്പയും സൂമ്പയും മനസ്സിലാക്കാൻ മാത്രം വിവരമില്ലാത്തൊരു ടീമാണ് എന്ന്, അല്ലെങ്കിൽ അത്ര ഉള്ളൂ എന്നുള്ള ഒരു പുച്ഛവും കൂടി അതിലുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആയിക്കോട്ടെ, സൂംബയല്ല സാമ്പയാണ്, സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നു.
അപ്പോൾ അവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം വെച്ച് ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ CPM പ്രതിനിധിയും ആങ്കറും പറഞ്ഞതെന്ന് വെച്ചാൽ സാമ്പത്തികം ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ അവിടെയാണ് ഈ അതിർവരമ്പുകൾ ആര് നിശ്ചയിക്കുന്നു? അതിർവരമ്പുകളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ലാന്ന്, ഒരു പ്രശ്നവും ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഐഡിയോളജിക്കൽ ബാക്കിംഗ്. അത് CPM പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്, ആങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന പ്ലഷർ, അതാണ് ഏറ്റവും പ്രധാനം, പ്ലഷറിന് വേണ്ടി ജീവിക്കുക. ഇതൊക്കെയാണ് ഇവരെയൊക്കെ നയിക്കുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ആ ഐഡിയോളജി ചെന്നെത്തുന്നത് എവിടെയാണ്? അത് നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ കുറച്ച് ആധുനിക മനുഷ്യന്മാരും കുറച്ച് നൂറ്റാണ്ട് അപ്പുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ ഈ ഐഡിയോളജി എവിടേക്ക് ചെന്നെത്തും എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഈ സൂമ്പ പ്രശ്നമില്ലാത്തവർക്ക് സാമ്പയും പ്രശ്നമല്ല, സാമ്പ പ്രശ്നമില്ലാത്തവർക്ക് ലഹരിയും പ്രശ്നമാവൂല. വൈ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് സൂമ്പയും സാമ്പയും പ്രശ്നമില്ലാത്തത്? സൂമ്പയും സാമ്പയും പ്രശ്നമില്ലാത്തത് ഒരു വ്യക്തി സ്വയം ചെയ്യുന്നൊരു കാര്യം മറ്റൊരാൾക്ക് ഉപദ്രവമല്ലെങ്കിൽ അത് തിന്മയല്ല എന്ന് പറയുന്ന ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ലിബറലിസത്തിൻ്റെ അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സൂമ്പയും സാമ്പയും പ്രശ്നമില്ലാത്തത്. അതേ പ്രിൻസിപ്പിൾ നമ്മൾ ലഹരിയിലേക്ക് കൊണ്ടുവരിക. ലഹരിയിലേക്ക് കൊണ്ടുവന്നാൽ ശരിയാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഒരാൾ കഞ്ചാവ് അടിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ റൂമിൽ, എൻ്റെ സ്വകാര്യതയിൽ, എൻ്റെ റൂമിൽ കുറ്റിയിട്ടുകൊണ്ട് കഞ്ചാവ് വലിച്ചാൽ വേറെ ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ? വേറെ ആരെങ്കിലും തല്ലുന്നുണ്ടോ? വേറെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ കഞ്ചാവ് അടിച്ചാൽ എന്താ? MDMA ഉപയോഗിച്ചാൽ വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ടോ? ഭൂമി കുലുങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ MDMA അടിച്ചാൽ എന്താ പ്രശ്നം? ഈ ഐഡിയോളജി ഇവിടേക്കാണ് എത്തുന്നത്. അതായത് ആ അതിർവരമ്പുകൾ ആര് വരക്കുന്നു? ഇപ്പോൾ ഈ സൂമ്പയും സാമ്പയും പ്രശ്നമില്ലാത്തവർക്ക് കഞ്ചാവും അവരുടെ ഐഡിയോളജി പ്രകാരം പ്രശ്നമാവില്ല. പക്ഷേ ഇപ്പം കഞ്ചാവൊക്കെ പ്രശ്നമാവാൻ കാരണം എന്താ? ഇവിടെ ഒരു സാംസ്കാരികമായ ഒരു പരിസരമുണ്ട്, അതൊക്കെ തച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നതും, സൂമ്പ കൊണ്ടുവരുന്നതും, നൈറ്റ് ലൈഫ് കൊണ്ടുവരുന്നതും, DJ പാർട്ടികൾ വ്യാപകമാക്കുന്നതും, ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതും, ഈ മൊത്തം പ്രോസസ്സ് അത് തകർക്കുന്നതിൻ്റെ ഭാഗമാണ്. 10 കൊല്ലം കഴിഞ്ഞ നമ്മൾ ലഹരി പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നമായിരിക്കും കേട്ടോ. 10 കൊല്ലം അത്ര ഉണ്ടല്ലേ? എന്താണ്, തീരെ ആധുനിക മനുഷ്യനല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, കാരണം എന്താ വെച്ചാൽ നമ്മൾ 15 കൊല്ലം മുമ്പ് സ്വവർഗരതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമായിരുന്നു. ഇപ്പോൾ സ്വവർഗരതി പ്രശ്നം എന്ന് പറയുന്നതാണ് പ്രശ്നം. എന്താ കാരണം? ഒരു അതിർവരമ്പില്ല, കൃത്യമായ ചട്ടക്കൂടില്ല, ധാർമ്മികതക്ക് ചട്ടക്കൂടില്ല. അതുതന്നെയാണ് സൂമ്പയും സാമ്പയും പ്രശ്നമില്ലാത്തവർക്ക്, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാര്യം ഒന്നും തെറ്റല്ല എന്ന് പറയുന്നവർക്ക് കഞ്ചാവ് പ്രശ്നമാകില്ല ഐഡിയോളജിക്കലി. പക്ഷേ ഇപ്പോൾ അവർ കഞ്ചാവിനെ എതിർക്കുന്നുണ്ട്, കഞ്ചാവിനെതിരെ സൂമ്പയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ? ഇവിടെ ഒരു സാംസ്കാരിക പരിസരം അത്രയേ പിന്നെ പുരോഗമനം അത്ര എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം കഞ്ചാവിനെ എതിർക്കുന്നുണ്ട്. എന്താ മദ്യത്തെ എതിർക്കാതിരിക്കാൻ കാരണം, അല്ലെങ്കിൽ മദ്യം തെറ്റാണെന്ന് പറയാതിരിക്കാൻ കാരണം എന്താ? മദ്യം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. മദ്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീ സംരക്ഷകരൊക്കെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രയാസം അനുഭവിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? മദ്യം കൊണ്ടാണ്. മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഗാർഹിക പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മദ്യത്തിന്റെ പേരിലാണ്. കുട്ടികളുടെ സ്ട്രെസ്, കേരളത്തിലെ പരിസരത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് എങ്ങനെയാണ്? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മദ്യപിക്കുന്ന ആളുകൾ, അച്ഛന്മാർ അവിടെ വീട്ടിലുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ രക്ഷിതാക്കൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ സ്ട്രെസ്സുകളൊന്നും പരിഗണിച്ചിട്ടില്ല. അതെ. അപ്പോൾ മദ്യത്തെ പറ്റൂല അല്ലെങ്കിൽ നിരോധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാതിരിക്കാനുള്ള കാരണം എന്താ? അത് പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സാമൂഹിക പരിസരം മദ്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മദ്യം കുഴപ്പമില്ല, പിന്നെ ബാറ് പിന്നെ പൂട്ടും അല്ലെങ്കിൽ ബാർ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ബാറുകൾ തുറക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താൻ കാരണം 600 ബാറുകൾ പിന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കുതിച്ചു പോയാണ്. വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ബാറുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുന്നേറ്റം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ എന്ന് പറയാം, മറുഭാഗത്ത് ബാറ് തുറക്കുക. എന്താ കാരണം? സാംസ്കാരികമായി ബാറ് തുറക്കുന്നതിന് ഇപ്പം നമ്മുടെ സമൂഹം ഓക്കെയാണ്. കുറച്ച് കഴിയുമ്പം ഈ പറഞ്ഞ ഈ ധാർമ്മികതയുടെ എല്ലാ വേരുകളും അറുത്തറുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് കുറച്ച് കഴിയുമ്പോൾ കഞ്ചാവ് പ്രശ്നമില്ലാതാവും. ഏതുപോലെ അമേരിക്കയിൽ പല സ്ഥലത്തും കഞ്ചാവ് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യനൊക്കെ പറഞ്ഞല്ലോ, കഞ്ചാവ് കേക്കായിട്ട് കിട്ടുന്ന, അതേപോലെ തന്നെ ബിസ്ക്കറ്റുകളായി കിട്ടുന്ന, വളരെ മധുര മനോഹരമായിട്ടുള്ള, രസകരമായി മരിക്കുന്ന, പിന്നെ നമ്മുടെ പലപ്പോഴും അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എത്ര സുന്ദരമായിട്ടുള്ള പാശ്ചാത്യ ലോകം, അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവരണം. അതാണ് പുരോഗമനം. അപ്പോൾ ആ പറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തും. എന്തേ കാരണം? ഈ പറഞ്ഞ സൂമ്പയും സാമ്പയും പ്രശ്നമല്ലാത്ത ഈ ഐഡിയോളജി, അതിൻ്റെ പിന്നിലുള്ള ഐഡിയോളജി അതിങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കേവലമായിട്ട് ലഹരിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള ഏതൊരു വിഷയത്തിലും സാംസ്കാരികമായി നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോന്നായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈവൻ ലൈംഗിക രംഗത്തൊക്കെ എത്രമാത്രം നമുക്കൊന്നും ഇപ്പം കേരള സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം പോലും പച്ച മലയാളത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്.
എന്തേ കാരണം? ഈ സൂംബയും സാംബയും പ്രശ്നമല്ലാത്ത ഈ ഐഡിയോളജി കൊണ്ടാണ്. അതിനെതിർക്കാൻ ഏതെങ്കിലും ഒരു ന്യൂസ് ചർച്ച ഞാൻ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ, ഇവിടെ കേരള യുക്തിവാദികൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഏറ്റവും വലിയൊരു ഗ്രൂപ്പ് അവർ നടത്തിയ ഒഫീഷ്യൽ സമ്മേളനത്തിൽ അവർ പറയുകയാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്ന, നമ്മൾ സാംസ്കാരികമായി പറഞ്ഞാൽ ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത കുടുംബ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗികമായി ഉപയോഗിക്കാമെന്ന് പറയുന്ന വാദങ്ങളെ അടക്കം. ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം, അതെ പ്ലേ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. ഇതൊക്കെ കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. Incest sex. If they are willing, let them do. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യം. ഇനി ഇതേ ആളുകൾ തന്നെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ സാധിക്കും. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം ചേർത്ത് വെക്കണം. ഇവിടെ സ്പോട്ട് ലൈറ്റ് കാണുന്ന രക്ഷിതാക്കൾക്ക് അതിന് മുൻപ് എന്തെങ്കിലും സൂചിപ്പിക്കാനല്ല, അതിൽ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താന്നുള്ളത് ഇതിന് ഏറ്റവും അവസാനത്തെ പേജ് മാത്രം മറിക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് പരിചയം ഉണ്ടായിക്കോളും. പറയാൻ പ്രയാസമുണ്ട്. ഇത്തരം ഒരു വേദിയിൽ അത് നമ്മളങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ മനസ്സിലാവാൻ വേണ്ടി പറയാൻ, രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള അല്ലെങ്കിൽ മാതാവും പിന്നെ മകനും അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മളത് പൂർത്തിയാക്കുന്നില്ല. അത്തരത്തിൽ നമുക്കൊന്നും ഒരു പിന്നെ അത്തരത്തിലൊരു സദസ്സിൽ പറയാൻ പറ്റാത്ത, സ്വന്തം വീട്ടിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ സംഭവം അത് നമുക്കാർക്കും ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സൂംബയും സാംബയും പ്രശ്നമല്ല എന്ന് ചാനലിൽ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് പ്രശ്നമാണെന്ന് പറയുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇവർക്ക് ഓക്കെയാണ്. ഇവരത് പറയുന്നത് അതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ? ഈ സൂംബയും സാംബയും പ്രശ്നമല്ലാത്ത യുക്തിയാണത്. കാരണം എന്താ? അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഈ ലിബറൽ യുക്തിയാണ്, ഈ ലിബറൽ മൊറാലിറ്റിയാണ് ഇതിലേക്കെല്ലാം എത്തിക്കുന്നത്. അപ്പോൾ ഈ ആശയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് പച്ച മലയാളത്തിൽ പിന്നെ കോഴിക്കോട് വെച്ച് നടന്ന പരിപാടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അത് നമ്മളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യുക? നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെയുള്ള പിന്നെ എന്താ പറയുക കുടുംബങ്ങളെ തകർക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ചാനലിൽ എത്ര വിചാരണ നടന്നു? ഒരു വിചാരണ നടക്കാത്ത ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു വഴിക്കൂടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ആ സൈഡിലൂടെ അങ്ങോട്ട് പോവാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ അപഗ്രഥിക്കുകയും ഇത് വളരെ അപകടത്തിലേക്കാണ്, ഈ പറഞ്ഞ അവസ്ഥയിലേക്കാണ് സമൂഹത്തെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്ന് വീക്ഷിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന ആളുകളെ പിടിച്ച് എന്ത് ചെയ്യാണ്, വിചാരണ കൂട്ടിലിരുത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇനി സ്പോട്ട്ലൈറ്റ് കാണുന്ന രക്ഷിതാക്കളോട് ഒരു അവസാന വാക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് പറയുക, സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യം ഇവർ റാഞ്ചി എടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെയാണ്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെയാണ്. അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾ അറിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഇത് സോഷ്യൽ മീഡിയ കൾച്ചറിൽ ഇങ്ങനെ കടന്നിങ്ങനെ തിമിർത്താടുമ്പോഴും ഇവിടെയുള്ള പൊതു പരിസരങ്ങൾ ഇത് ആരും അറിയുന്നില്ല. ഇപ്പോൾ ഞാൻ വെറുതെ ഇത് കേൾക്കുന്ന രക്ഷിതാവ് MDMA ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പരസ്യമായിട്ട് ഈ വ്ളോഗേഴ്സ് എന്ന പേരിൽ രാത്രിയൊക്കെ ഗെയിം സ്ട്രീമിംഗ് നടത്തുന്ന ആളുകൾ പച്ചക്ക് തെറി വിളിക്കുന്നു. ആ തെറികൾ കുട്ടികൾ പഠിക്കുന്നു. പലപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി നമ്മളൊക്കെ കേൾക്കുന്ന കേൾവിയിൽ കുട്ടികൾ പറയുന്നത് ഇത് പഠിച്ചത് എവിടെ നിന്നാണ്? ഈ തെറികളൊക്കെ പഠിച്ച അത്തരം ആളുകളിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന ഒരു വേദി ഇവിടെ നിലവിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, യൂറോപ്പിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ തുടങ്ങിയത് സാംസ്കാരികമായിട്ട് ഈ സർക്കാർ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമല്ല, മറിച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ, ക്യാമ്പസുകളിൽ ഇത്തരം വിപ്ലവങ്ങൾ കൊണ്ടുവരുന്നു. അവിടെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വെക്കുന്ന ബോർഡുകൾ തുറിച്ചു നോക്കണമെന്ന് പറഞ്ഞ് പരസ്യമായി വൃത്തികേടുകൾ ബോർഡായി വെക്കുന്നു. ഇതേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഇത് ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ഇടയിലേക്ക് രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇതെല്ലാം വിദ്യാർത്ഥി തലമുറയിലേക്ക് ആദ്യം ഇഞ്ചക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ഇവർക്ക് ലക്ഷ്യം ഈ തലമുറയല്ല. ഇവിടെ ഈ സ്ട്രോങ് ആയി റെസിസ്റ്റ് ചെയ്യുന്ന ചില ആൾക്ക് ചോദിച്ചില്ലേ, കുട്ടികൾക്ക് വല്ല എതിർപ്പുണ്ടെന്ന് ചോദിച്ചില്ലേ, ഇത് റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു മുതിർന്ന തലമുറ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ആ തലമുറയെ കൃത്യമായിട്ട് പ്രാകൃതരാക്കി, പഴഞ്ചനാക്കി, അമ്മാവൻ സിൻഡ്രോം അടുപ്പിച്ച് ഇവർ നടപ്പിലാക്കുന്നത് മൊത്തം അടുത്തൊരു തലമുറയെ ലക്ഷ്യം വെച്ചിട്ടാണ്. അടുത്തൊരു തലമുറ, നേരത്തെ പക്ഷേ ഷമീൽക്ക് പറഞ്ഞല്ലോ, ഒരു 3-4 വർഷം എന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് അതിൽ വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ സ്കൂളുകളിലേക്ക് ഒന്ന് കയറി ചെന്നാൽ കുട്ടികളുടെ ഭാഷ എന്താണ്, കുട്ടികളുടെ സംസാരത്തിലെ വിഷയങ്ങൾ എന്താണ്, ചർച്ചകൾ എന്താണ്, അവരുടെ ഇൻസ്റ്റഗ്രാമിലും അവരുടെ ഫേസ്ബുക്കിലുമുള്ള അവരുടെ ഇടപെടലുകൾ എന്താണ്, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്. ഏറ്റവും അവസാനം കേരളത്തിൽ 1400ഓളം സ്കൂളുകൾക്ക് പരിസരത്ത് തന്നെ കെമിക്കൽ സിന്തറ്റിക് ലഹരികൾ ഉണ്ട് എന്ന റിപ്പോർട്ട് കേരള സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതിനെതിർക്കുന്ന ആളുകളെ ചാപ്പയടിച്ചതുകൊണ്ട് ഒരിക്കലും ഇത് പരിഹാരമാവില്ല. മാത്രമല്ല, ഇതിൽ കേൾക്കുമ്പോൾ രക്ഷിതാക്കളോട് അവസാനമായ ഒറ്റ വാക്ക് മാത്രം പറയാണ്. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലഹരിയുടെ വ്യാപനം, കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നം, അവരുപയോഗിക്കുന്ന വാക്കുകളിലെ പ്രശ്നം, അവർ ജീവിതത്തെ കാണുന്ന രീതികളിലെ പ്രശ്നം, ഇതൊക്കെ നമ്മൾ ഈ മതത്തിനതീതമായി എല്ലാവരുടെയും കൺസേൺ ആണ്. ഞാൻ ചോദിക്കുകയാണ്, രക്ഷിതാക്കളെ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, ഇത് പ്രശ്നമല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പുതിയ തലമുറയുടെ ഈ പോക്കിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, ഈ കുറച്ച് നൂറ്റാണ്ട് അപ്പുറത്ത് ജീവിക്കുന്നവരൊഴികെ.
അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഇത് മാത്രമേ ഞങ്ങളിപ്പോൾ പറയുന്നുള്ളൂ. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല, പെട്ടെന്ന് അവർക്ക് വെളിപാട് വന്നിട്ട് അങ്ങനെയുള്ള ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല, അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നതല്ല. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി സോഷ്യൽ മീഡിയകളിലൂടെ, ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അവരെ സ്കൂളിൽ നിന്നടക്കം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്, അവരങ്ങനെ ചിന്തിക്കുന്നത്, അവരങ്ങനെ പെരുമാറുന്നത്. ഇത് യാദൃശ്ചികമല്ല എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു നോക്കാണ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചാണ് ജെൻഡർ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് സൂംബ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത്. അവഗണിക്കുകയാണെങ്കിൽ അവഗണിച്ചോളൂ, പക്ഷേ നിങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള തിരിഞ്ഞുനോട്ടം നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വരും, കരിക്കുലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും, സർക്കുലറുകൾ നിങ്ങളുടെ മുമ്പിൽ വരും. അന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ പറയും അന്നേ എതിർക്കേണ്ടതായിരുന്നുവെന്ന്. അന്ന് അവധാനതയോടുകൂടി എതിർത്ത ആളുകളെ അന്ന് പുച്ഛിച്ചതിൻ്റെ ഒരു റിഗ്രറ്റ് കൂടി അത്തരക്കാർക്കുണ്ടാകും എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.